ഹൂതി വിമതരും അതുപോലെ തന്നെ ഇറാൻ്റെ അവശേഷിക്കുന്ന പ്രോക്സി ഫോഴ്സുകളും, അതായത് ഇറാൻ കൃത്യമായി സ്പോൺസർ ചെയ്യുന്നു എന്ന് ലോകമാകമാനം വിളിച്ചു പറയുന്ന, വളരെ ശക്തമായി തന്നെ ഗാസയിലെ അനീതിക്കെതിരെ പോരാടുന്ന ഇറാൻ്റെ സഖ്യകക്ഷികൾ, അവർക്ക് പുതിയ ഒരു ശക്തമായ പിന്തുണ യൂറോപ്യൻ രാജ്യങ്ങളായ ഫ്രാൻസിൽ നിന്നും റഷ്യയിൽ നിന്നും കിട്ടുന്ന അപൂർവ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. യഹ്യാ സാരി പോലെയുള്ള പ്രോക്സി ഗ്രൂപ്പുകളുടെ നേതാക്കൾ അവർക്ക് ശക്തമായ പ്രതിരോധത്തിന് വേണ്ടിയുള്ള സഹായങ്ങൾ നൽകുവാൻ വേണ്ടി റഷ്യയും ഫ്രാൻസും തയ്യാറാകുന്ന നീക്കം, ഒരുപക്ഷെ റഷ്യയും ഫ്രാൻസും കൂടിയാലോചിക്കുന്നത് യൂറോപ്യൻ യൂണിയന്റെ തകർച്ചയ്ക്ക് കൂടി കാതലാകാൻ സാധ്യതയുണ്ട്. യൂറോപ്യൻ യൂണിയൻ ഏറ്റവും ശക്തമായി ചർച്ച ചെയ്യുന്നത് ഉക്രൈൻ റഷ്യ പോരാട്ടമാണെങ്കിൽ, യൂറോപ്യൻ യൂണിയനെയും നേറ്റോയെയും ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്ന മറ്റൊരു വിഷയമാണ് ഇസ്രായേലിനെയും അതുപോലെ തന്നെ ഇറാനെയും സംബന്ധിക്കുന്ന വിഷയങ്ങൾ. ഇസ്രായേൽ ഇറാൻ തർക്ക വിഷയം, അതും ഇസ്രായേൽ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ ഇനിയും തകർക്കുമെന്ന ഭീഷണിയുടെ സ്വരം, അതിന് മറുപടി പറയുന്നത് ഇപ്പോൾ അമേരിക്ക മാത്രമാണ് എന്ന് ഊഹിച്ചെങ്കിൽ തെറ്റിയിരിക്കുന്നു. ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾക്ക് ഫണ്ട് ചെയ്യാൻ പരസ്യമായി തയ്യാറായിക്കൊണ്ട് റഷ്യയും ഫ്രാൻസും അവരവരുടേതായ രീതികളിൽ മുന്നോട്ട് വരികയാണ്. ഇമ്മാനുവൽ മാക്രോണും വ്ളാഡിമിർ പുടിനും സാധാരണ വിരട്ടലും വിലപേശലും ഒന്നും ഗൗനിക്കാറില്ലാത്ത രണ്ട് ഭരണാധികാരികളാണ്. അവരെ യൂറോപ്യൻ യൂണിയൻ വരിഞ്ഞു കെട്ടാനോ അവരെ മര്യാദ പഠിപ്പിക്കാനോ ശ്രമിച്ചാൽ യൂറോപ്യൻ യൂണിയനെ തിരിച്ച് കണക്ക് പറഞ്ഞ് മുൾമുനയിൽ നിർത്താൻ ശേഷിയുള്ള രണ്ട് രാജ്യങ്ങൾ. ഈ രണ്ട് രാജ്യങ്ങളും ഒരുമിച്ചാൽ യൂറോപ്യൻ യൂണിയന് പിന്നെ പിടിച്ചു നിൽക്കുക ബുദ്ധിമുട്ടാണ്. അമേരിക്കയ്ക്കും നന്നായി അതറിയാം. അമേരിക്ക അതുകൊണ്ടാണ് വളയ്ക്കാം പക്ഷേ ഒടിക്കരുത് എന്ന നയത്തിലേക്ക് ഇറാനുമായി മെല്ലെ മെല്ലെ സംസാരിച്ച വിഷയങ്ങളിൽ ഒരു ക്ലാരിറ്റി വരുത്താൻ നോക്കുന്നത്. പക്ഷെ ഇറാൻ ഈ രണ്ട് രാജ്യങ്ങളെയും പ്രോക്സി ഗ്രൂപ്പുകളെ അവർ സഹായിക്കാമെന്നേറ്റ വാഗ്ദാനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അറ്റകൈ പ്രയോഗിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഡീല് നടത്താൻ സൗകര്യപ്പെടില്ല, എന്താന്ന് വെച്ചാൽ ചെയ്തോ, നിങ്ങളുടെ അഹങ്കാരത്തിനും നിങ്ങളുടെ അധിനിവേശ സ്വഭാവത്തിനും ഞങ്ങൾക്ക് മറ്റ് വഴികളുണ്ട് എന്നുകൂടി ഇറാൻ വ്യക്തമാക്കുമ്പോൾ കൃത്യമായും രണ്ട് യൂറോപ്യൻ നേതാക്കൾ പുടിനും മാക്രോണും ചേർന്ന് ഒരു പുതിയ കവചം തന്നെ ഇറാനുമേൽ സൃഷ്ടിക്കുകയാണ്. നമുക്ക് നേരത്തെ അറിയാം, ഇസ്ഫഹാനിലും ഫോർദോയിലുമൊക്കെ റഷ്യ കൃത്യമായി പ്രതിരോധ സംവിധാനങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയത്. എന്നാൽ അത് കുറച്ചുകൂടി കടന്നുകൊണ്ട് പ്രോക്സി ഗ്രൂപ്പുകളെ വരെ സഹായിക്കുന്ന രീതിയിലുള്ള മറ്റ് പോംവഴികളിലേക്ക് എത്തിയിരിക്കുന്നു.